മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെ വർക്ക് ചെയ്യുന്ന പ്രഗത്ഭരായ ആളുകൾക്ക് നൽകുന്ന അവാർഡാണ് CN അഹമ്മദ് മൗലവിയുടെ പേരിലുള്ള CN അഹമ്മദ് മൗലവി MSS എൻഡോമെൻ്റ് അവാർഡ്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്കാണ് അവാർഡ് ഇതുവരെ നൽകിയിട്ടുള്ളത്. സുകുമാർ അഴീക്കോട്, KG രാഘവൻ നായർ, ഡോക്ടർ CK കരീം, K റാബിയ, ഡോക്ടർ അസ്കർ അലി എഞ്ചിനീയർ, ഡോക്ടർ NA കരീം, KT മുഹമ്മദ്, മുട്ടാണിശ്ശേരിയിൽ കോയക്കുട്ടി, അലി മണിക് ഖാൻ തുടങ്ങിയവർ അവരിൽ ചിലരാണ്. ആ ഒരു ശ്രേണിയിലേക്ക് ഈ വർഷം MSSൻ്റെ ജൂറി തിരഞ്ഞെടുത്തിരിക്കുന്നത് എഴുത്തുകാരനും പ്രാസംഗികനുമായ മുഹമ്മദ് ഷമീമിനെയാണ്. അവാർഡ് നൽകിയത് ബഹുമാന്യനായ KEN കുഞ്ഞഹമ്മദാണ്. അദ്ദേഹം നടത്തിയ പ്രഭാഷണമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. മുമ്പിലുള്ള തലക്കെട്ട് നല്ല വ്യക്തി നല്ല സമൂഹം എന്ന വളരെ സംവാദ വിധേയമായ ഒരു മഹാസന്ദേശം വളരെ അഭിമാനകരവും ആഹ്ലാദകരവും എന്ന് ഞാൻ പറയുന്നത് പല നിലക്കാണ്. അതിലൊന്ന്, കേരളത്തിൽ CN വിശിഷ്ടാംഗത്വം നൽകുന്ന സന്ദർഭത്തിൽ കേരള സാഹിത്യ അക്കാദമിയിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരിക്കാനും കേരള സാഹിത്യ അക്കാദമിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹവുമായി സംസാരിക്കാനും ആ സംഭാഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അക്കാദമിയുടെ സാഹിത്യ ലോകത്തിൽ CNയെക്കുറിച്ച് എഴുതാനും അവസരമുണ്ടായി എന്നുള്ളത്, ആ അഭിമുഖം ഒരു സൗഹൃദമായി മാറി എന്നതും കോഴിക്കോട്ടെ ആ റെഡിമെയ്ഡ് ഷോപ്പിൻ്റെ ഉള്ളിലുള്ള ചെറിയ മുറിയിൽ വെച്ച് വളരെ നേരം സൗഹൃദം പങ്കുവെച്ച് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹം നൽകിയത് സ്നേഹത്തോടൊപ്പം അതിനേക്കാൾ സംവാദാത്മകമായ ഒരുപിടി പുസ്തകങ്ങളും കൂടിയായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആഹ്ലാദവും അഭിമാനവുമാണ് ഒന്ന്. രണ്ടാമത്തേത്, ഡോക്ടർ മുഹമ്മദ് ഷമീം. ഒരുപക്ഷെ ചിലർ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിന് മുമ്പിൽ ഔദ്യോഗികമായി ഇല്ലാത്ത, മൂന്നർത്ഥത്തിൽ ഇല്ലാത്ത, അതായത് നമുക്ക് പരിചിതമായ മനുഷ്യ ഡോക്ടർ, മൃഗ ഡോക്ടർ, ബുക്ക് ഡോക്ടർ, അങ്ങനെ 3 ഡോക്ടർമാരാണ് നമുക്ക് പരിചിതമായിട്ടുള്ളത്. അതിലെന്തായാലും അദ്ദേഹം മനുഷ്യ ഡോക്ടർ എന്ന അർത്ഥത്തിലോ മൃഗ ഡോക്ടർ എന്ന അർത്ഥത്തിലോ രണ്ടും വളരെ മഹത്താണ്. ബുക്ക് ഡോക്ടർ അതിലും മഹത്താണ്. അല്ല, അക്കാദമികമായി അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഇല്ല. എന്നാൽ എൻ്റെ സുഹൃത്തും കേരളത്തിലെ സാംസ്കാരിക വിമർശകരിൽ ഏറെ ശ്രദ്ധേയനും തത്വചിന്തകനുമായ ഡോക്ടർ PK പോക്കർ ഷമീമിൻ്റെ വാക്തലപ്പ് എന്ന പുസ്തകത്തിൽ എഴുതിയ ആ സൂക്ഷ്മമായ പഠനത്തിൽ ആ പുസ്തകത്തിലെ ആശയങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം ഇതിന് എന്തുകൊണ്ടും PhD നൽകാവുന്നതാണ് എന്നെഴുതിയിട്ടുണ്ട്. ഞാനാണ് അങ്ങനെ എഴുതിയതെങ്കിൽ അത് അതിശയോക്തിയായി പോകുമായിരുന്നു. കാരണം ഞാൻ ആവിധം അക്കാദമികമായി PhD ഗൈഡ്ഷിപ്പുള്ള ഡോക്ടറല്ല, ഡോക്ടറേ അല്ല, ആ ഭാഗത്തു കൂടെ പോകാത്ത ഒരാളാണ്. എന്നാൽ ഡോക്ടർ PK പോക്കർ നിരവധി പേർക്ക് ഗവേഷണത്തിൽ പരിശീലനം നൽകിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു 10-50 ഡോക്ടർമാരെങ്കിലും ബുക്ക് ഡോക്ടർമാർ പിറന്നു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ട് ഈ കൃതി വായിച്ചപ്പോൾ അതിനേക്കാളും വളരെ മികച്ച ഒരു കൃതിയാണിത്, ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകാവുന്നതാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ആ പുസ്തകവും ആ ആമുഖവും വായിച്ച ഒരാൾ എന്ന നിലക്ക് ആണ് ഞാൻ. അല്ലാതെ വെറുതെ കിടക്കട്ടെ ഒരു അവാർഡ് കിട്ടിയ സമയത്തെ എൻ്റെ വക കൂടി ഒരു ബിരുദം എന്നൊരു അവാർഡ് നൽകാം എന്ന് വിചാരിച്ചിട്ടല്ല ഡോക്ടർ എന്ന് ചേർത്തത്. വളരെ കൃത്യമാണ് ആ പ്രയോഗം. നേരത്തെ ഇവിടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. വ്യത്യസ്ത തലങ്ങളിൽ തത്വചിന്ത, മതം, രാഷ്ട്രീയം, കല, സ്പോർട്സ്,
എന്നിങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ സ്പർശിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ, പ്രഭാഷണങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. മിക്കവാറും അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നുള്ളത്, അതാണ് അഭിമാനത്തിൻ്റെ മറ്റൊരു കാര്യം. അതുപോലെ തന്നെ CN അഹമ്മദ് മൗലവി എനിക്ക് കെട്ടിത്തന്ന ആ സൗഹൃദത്തിൻ്റെ അതുപോലെ പുസ്തകമായിട്ടല്ല ഞാൻ കാണുന്നത്. കോഴിക്കോട് മിഠായി തെരുവ് വെച്ച് ഇടയ്ക്ക് കാണുമ്പോൾ തനിക്ക് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കാര്യമായിട്ടൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം എനിക്ക് ക്ഷണിക്കാൻ തരും, ചായ കുടിക്കണമെന്ന് ചോദിക്കും. വെറുപ്പിൻ്റെ, അസഹിഷ്ണുതയുടെ ഒരു നോട്ടം പോലും ആ ശരീരത്തിൽ, മനസ്സിൽ, മസ്തിഷ്കത്തിൽ, പെരുമാറ്റത്തിൽ, ബന്ധങ്ങളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ്. അതുപോലെ ഷമീമിനൊപ്പം ഞാൻ വേദിയിൽ പങ്കിട്ടിട്ടുണ്ട്, ചെറിയ തോതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ സൗഹൃദത്തിൻ്റെ, നമ്മുടെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെറുപ്പ്, അസഹിഷ്ണുത, പക. ഇതിനൊക്കെ അപ്പുറത്ത് വ്യത്യസ്ത ആശയങ്ങൾ പങ്കുവെക്കുന്ന ആളുകൾ പോലും അനിവാര്യമായും പുലർത്തേണ്ട ചില സാമാന്യമായ ദൈക്ഷണിക മര്യാദകളുണ്ട്. ആ മര്യാദ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ മുമ്പ് കാലത്ത് ആ മര്യാദ അത്ര ആവശ്യമുണ്ടായിരുന്നില്ല. ആളുകൾക്ക് ദയാരഹിതമായി പരസ്പരം കുത്തിക്കീറാമായിരുന്നു. അതിലൊരു വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുത്തിക്കീറാൻ ദൈക്ഷണിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലക്ക് പരിമിതമായ തോതിൽ ഞാൻ ശ്രമിച്ചു പോന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കാലം, പ്രത്യേകിച്ചും 2014 ശേഷമുള്ള ഇന്ത്യൻ കാലം അങ്ങനെ കുത്തിക്കീറാൻ പറ്റിയ ഒരു കാലമല്ല. 100 തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും 101ാമത് പരസ്പരം ഐക്യപ്പെടാൻ ഒരു കാരണം സത്യത്തിൽ ഇല്ലെങ്കിൽ പോലും സങ്കല്പത്തിൽ അത് ഉണ്ടാക്കി ഐക്യപ്പെടേണ്ട ഒരു കാലത്താണ് ഇന്ന് നാം ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇന്ത്യയുടെ വളരെ ആദരണീയനായ പ്രധാനമന്ത്രി പോലും 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 173 പ്രഭാഷണങ്ങൾ നടത്തിയതിൽ 110 പ്രകോപനപരമാണ് എന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് കണ്ടെത്തിയൊരു കാലമാണ്. എന്ന് പറഞ്ഞാൽ 50% അല്ല. അതും ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി നടത്തുന്ന പ്രഭാഷണം പോലും 50%-ലേറെ പ്രകോപനപരമാവുകയാണെങ്കിൽ വ്യത്യസ്ത ആശയങ്ങളുടെ മണ്ഡലത്തിൽ സംവാദം നടത്തുമ്പോൾ ചെറിയ തോതിൽ വഴുക്കി പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആ വഴുക്കിനെ പ്രതിരോധിച്ചുകൊണ്ട് ദൈക്ഷണികമായ ഒരു സൂക്ഷ്മത പുലർത്തി തൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ നേരത്തെ ഇവിടെ പരാമർശിച്ച എല്ലാ പുസ്തകവും, മിക്കവാറും ഈ പുസ്തകത്തിന് ആമുഖം എഴുതിയവരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. നേരത്തെ പറഞ്ഞ സിനിമക്ക് ആമുഖം എഴുതിയത് മലയാളത്തിലെ പ്രശസ്ത കലാതത്വ ചിന്തകനായുള്ള കോമ്രേഡ് GP രാമേന്ദ്രനാണ്. സിനിമക്ക് ആമുഖം എഴുതിയത്. ഒരു പുസ്തകത്തിൽ, ചെകുത്താൻ്റെ വേദപുസ്തകത്തിന് ആമുഖം എഴുതാൻ അവസരം കിട്ടിയത് എനിക്കായിരുന്നു. എൻ്റെ വിയോജിപ്പ് ഞാനതിൽ ചെറിയ തോതിൽ, യോജിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം വലിയ തോതിലും വിയോജിപ്പ് വളരെ ചെറിയ തോതിലും. 2014 മുമ്പായിരുന്നെങ്കിൽ ആ വിയോജിപ്പ് വളരെ വലിയ തോതിലും വിയോജിപ്പ് ചെറിയ തോതിലും എഴുതുമായിരുന്നു. കാരണം നമ്മൾ ജീവിക്കുന്ന കാലത്തോട് അഭിമുഖമായിരിക്കുക എന്നുള്ളത് ഏതൊരു കാര്യം അപഗ്രഥിക്കുമ്പോഴും അനിവാര്യമാണ്. സ്വന്തം കാലത്തിന് അഭിമുഖമാകാതെ ഏതെങ്കിലും തരത്തിലുള്ള അപഗ്രഥനങ്ങൾക്ക് കേവലമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല. കഴിഞ്ഞേക്കും. പക്ഷേ നാം കാത്തു സൂക്ഷിക്കേണ്ട ചില മൂല്യങ്ങൾ ആ കഴിവിൽ നമുക്ക് നഷ്ടപ്പെട്ടേക്കും. അതുകൊണ്ട് ഈ കാലത്ത് ഏറ്റവും അനിവാര്യമായ സൗഹൃദത്തിൻ്റെ ഒരു വലിയ സ്രോതസ്സായിട്ടാണ് ഞാൻ മുഹമ്മദ് ഷമീമിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ മാത്രമല്ല, ഞാനിപ്പോൾ വായിക്കുന്ന എല്ലാ പുസ്തകത്തിലും അതിൽ നിന്ന് പലതും ഉൾക്കൊള്ളാൻ ശ്രമിക്കും. പക്ഷേ ഏറ്റവും സൂക്ഷിച്ച് ഞാൻ നോക്കുന്നത് അതിൽ വെറുപ്പിൻ്റെ എന്തെങ്കിലും ഉണ്ടോ. വെറുപ്പ് കലരാത്ത ഏത് വാക്കും സ്വയമേവ തിളങ്ങും. അതിന് പ്രത്യേകിച്ച് ഒരു പിന്തുണയൊന്നും ആവശ്യമില്ല. അത് സ്വയം തിളങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു ആശയ ലോകം അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് കൃത്യം പറയാമോ, ജമാൽ കൊച്ചങ്ങാടി ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ദൈക്ഷണികമായ ആത്മകഥ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ ശരിയാണ്. 8ാം ഇന്ദ്രിയം എന്ന പുസ്തകമാണ്. ഞാൻ ഈ പുസ്തകം എല്ലാം വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടും
ഞാൻ ആദ്യത്തെ ഒരു പുസ്തകം തന്നെ പരാമർശിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നത് കൊണ്ടും മറ്റു പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ ഇതുപോലെ പറഞ്ഞ് ഞാൻ തുടർന്നും സംസാരിക്കുമെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടും തിരുത്താൻ വേണ്ടി ഞാൻ ആദ്യമേ പറയുകയാണ്. ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന എൻ്റെ ഏറെ പ്രിയപ്പെട്ട സുഹൃത്ത്, മലയാളത്തിലെ എഴുത്തത്ഭുതം എന്ന് പറയാവുന്ന ഷിഹാബുദ്ദീൻ പൊയ്ക്കൽക്കടവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കൂടി കേട്ട് ഷമീമിൻ്റെ മറുപടി കേട്ട് പോകേണ്ടതുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല എനിക്കധികം ഈ പ്രഭാഷണം സത്യത്തിൽ ഈ പുരസ്കാര സമർപ്പണം തന്നെ വളരെ ആഹ്ലാദകരമാണെങ്കിലും ഇന്നത്തെ കാലത്ത് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്ന സന്ദർഭങ്ങളിൽ സമ്മേളനങ്ങളിൽ മാത്രമല്ല, പുരസ്കാര വേദികളിൽ മാത്രമല്ല, സകല സ്ഥലത്ത് വെച്ച് രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ മാത്രമല്ല, ഒരാൾ തന്നോട് തന്നെയും നിരന്തരം സംവദിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങൾ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ ഉണ്ട്. അത് മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ഒരു തരത്തിലുള്ള സംഭാഷണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ അതിന് കാലം ആവശ്യപ്പെടുന്ന പ്രാധാന്യമില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അനുശോചന വേദികളായാൽ പോലും, പിന്നല്ലേ പുരസ്കാരം, അനുശോചന വേദികളായാൽ പോലും അതിൽ ഇന്ത്യൻ അവസ്ഥയെ അപഗ്രഥിക്കുന്ന സംഭാഷണങ്ങൾ ആവശ്യമാണ്. പിന്നെ ഒരു സംശയം ആളുകൾക്കുണ്ടാവും, അങ്ങനെയൊക്കെ എത്രയോ ആളുകൾ പറയുന്നു, അതുകൊണ്ടൊക്കെ വല്ല പ്രയോജനമുണ്ടോ? ഈ അടുത്ത കാലത്താണ് മലയാളത്തിൻ്റെ മാസ്റ്റർ ജീനിയസുകളിൽ ഒരാളെന്ന് വിളിക്കാവുന്നത്. നോബൽ സമ്മാനത്തിന് കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് നിർദ്ദേശിക്കപ്പെട്ട പേരുകളിൽ ഒന്നാണ് സച്ചിദാനന്ദ മാഷ്. പക്ഷേ മാഷ് പോലും ഒരുപക്ഷെ ജീവിതത്തിൻ്റെ സങ്കീർണമായ ഒരു വളവ് തിരിവിൽ വെച്ചായിരിക്കാം ഇങ്ങനെ പറയുന്നത് കൊണ്ടൊന്നും പ്രത്യേകിച്ചൊരു കാര്യമില്ല എന്ന് വേണമെങ്കിൽ വായിക്കാവുന്ന, ഞാനൊരിക്കലും അങ്ങനെ വായിക്കുന്നില്ല, അദ്ദേഹത്തോട് സൗഹൃദമുള്ളതുകൊണ്ടൊന്നല്ല, അദ്ദേഹത്തോട് മാത്രമല്ല എല്ലാവരോടും എന്നോട് തന്നെയും ഞാൻ പുലർത്തുന്ന ഒരു സംവാദാത്മക സൗഹൃദമാണ്. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള പ്രത്യേക സൗഹൃദം കൊണ്ട് പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഉത്കണ്ഠ എത്രയായി ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നിട്ടും ആ പറച്ചിലൊക്കെ കാറ്റിൽ പറന്നു പോവുകയും അതിൻ്റെ പൊരുളൊക്കെ നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഇല്ലാതാവുകയും അതിൽ നിന്ന് തീർത്തും വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഉള്ളിലുള്ള വേദനയാണ്. ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല, കുറേ കാലമൊക്കെ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, കുറേ ആളുകൾ കുറേ കാലമായി പ്രസംഗിക്കുന്നു, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് അദ്ദേഹം പറയണ്ടായി. പക്ഷേ അദ്ദേഹം പ്രഭാഷണം നിർത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ തന്നെ അദ്ദേഹം പ്രഭാഷണം തുടരുകയാണ് എന്ന് പരോക്ഷമായുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കവിതയിലേക്കൊക്കെ തിരിച്ചു പോവുകയാണ്. കവിതയും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, അതും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സച്ചിദാനന്ദ മാഷ് തന്നെ എഴുതിയ അയോധ്യയുടെ ആത്മകഥം എന്ന പേരിൽ പ്രശസ്തമായ 2020 ആഗസ്റ്റ് മാസത്തിലാണ് മാതൃഭൂമിയിൽ അത് അച്ചടിച്ച് വന്നത്. അതിൽ പറയുന്നുണ്ട്, അതിൽ പറയുന്ന 2 വരി, ആ 2 വരി നിന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. തകർത്തു നിങ്ങളൻ പ്രിയ ദേവഗ്രഹം, ഉയർത്തി നിങ്ങൾ ഗർവിൻ്റെ തണുത്ത സ്മാരകം. ഗർവിൻ്റെ തണുത്ത സ്മാരകം, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും പുറത്തും ഗർവിൻ്റെ തണുത്ത സ്മാരകങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സൗഹൃദത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സംവാദത്തിൻ്റെ ഒരു വലിയ സ്രോതസ്സായ CNൻ്റെ പേരിലുള്ള വളരെ കനമുള്ള അവാർഡ്. ഞാനീ ട്രോഫിയൊക്കെ എടുക്കുമ്പോൾ സത്യത്തിൽ ഇതിനൊരു 1.5 കിലോ തൂക്കേ ഉണ്ടാവുള്ളൂ. പിന്നെ ഉള്ളതിന് അത്രയും തൂക്കമില്ല. അത് ഇന്ത്യൻ നോട്ടാണ്, വളരെ കുറച്ചേ ഉള്ളൂ തോന്നുന്നു. വളരെ കനം കുറവാണ്. ചെക്കാണ്, വളരെ കനം കുറവാണ്. കുറച്ചുകൂടി കനം കൂട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പക്ഷേ ഈ ട്രോഫിയും ഈ ചെക്കും അതിൻ്റെ നിലവിലുള്ള അതിൻ്റെ തൂക്കമല്ല, അതിനപ്പുറത്ത് അതിൽ അടങ്ങിയിട്ടുള്ള ജ്ഞാനത്തിൻ്റെ, സംവാദത്തിൻ്റെ ഒരു ലോകമുണ്ട്. തീർച്ചയായിട്ടും CNുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ചൊക്കെ എഴുതിയിട്ടുള്ളൂ. ചിലത് അദ്ദേഹം പറഞ്ഞു നിർബന്ധമായിട്ട് എഴുതേണ്ടതല്ല എന്ന് അദ്ദേഹം പറയുണ്ടായി. കാരണം അന്ന് തന്നെ അത് ഒക്കെ വലിയ തർക്കമായിട്ട് തീരാവുന്ന ചില കാര്യങ്ങളാണ്. അതിലൊരു കാര്യം അധ്യക്ഷൻ ഇവിടെ പറയണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഖുർആൻ പോലും ബോർഡിൽ എഴുതാൻ പാടില്ല, എഴുതിയാൽ എഴുതാൻ പാടില്ലാത്തതിൻ്റെ യുക്തിയാണ്. എഴുതിയാൽ ചോക്ക് കൊണ്ടാണല്ലോ എഴുതുന്നത്, അപ്പോൾ അതിൻ്റെ പൊടി നിലത്ത് വീഴും,
അത് നമ്മൾ അറിയാതെ ചവിട്ടിപ്പോകും, അത് വലിയ അപകടമാണ് എന്നാണ്. അതുകൊണ്ട് അത് എഴുതി പഠിപ്പിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് നേരത്തെ കുഞ്ഞാലി മാഷ് പറഞ്ഞ പോലെ ഒറ്റക്ക് നടന്ന ഒരാളാണ്. അറിവിൻ്റെ ലോകത്ത്, അന്വേഷണത്തിൻ്റെ ലോകത്ത് സാഹസികമായി ഒറ്റക്ക് നടക്കുകയും, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ ചിത്രം, കോഴിക്കോട്ടെ മിഠായി തെരുവിൽ അദ്ദേഹം നടക്കുന്നത്. അദ്ദേഹത്തെ എത്രയോ ആൾ കാണുന്നുണ്ട്, പക്ഷെ അദ്ദേഹം ആരാണ് എന്ന് അറിയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അദ്ദേഹം എന്തോ തുണിക്കച്ചവടക്കാരനാണ്, ഒരു റെഡിമെയ്ഡ് ഷോപ്പ്, അവിടെ ചിലപ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ് എന്നല്ലാതെ. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരോടും അദ്ദേഹം അങ്ങനെ യാതൊരുവിധ നാട്യങ്ങളുമില്ലാതെ നിവർന്ന് നിന്ന് ജീവിച്ച ഒരു മനുഷ്യനാണ്, മഹാനായ മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള സാധാരണ ഈ അക്കാദമി വിശിഷ്ടാംഗത്വം നൽകിയിട്ട് തയ്യാറാക്കുന്ന ഒരു കുറിപ്പിൽ പ്രശംസകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഒന്നും പ്രശംസയുടെ കുത്തുകാലിൽ നിവർന്നു നിൽക്കേണ്ട ആളല്ല അദ്ദേഹം. പക്ഷേ ഞാൻ ആ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അവസാനം എൻ്റേതായ വിമർശനവും ചേർത്തിട്ടുണ്ട്. അത് ചേർക്കാനുള്ള കാരണം അന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം അഗാധമായ ഒരു മതചിന്തയുടെ ലോകത്ത് വ്യാപരിക്കുന്ന ആളാണ്. അതേക്കുറിച്ചൊക്കെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിട്ട് മതരഹിതമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അര പാരഗ്രാഫ് കൂടി കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അവസാനം ഞാൻ എഴുതി ചേർത്താണ്. സത്യത്തിൽ അതും അദ്ദേഹം വായിച്ചിട്ടുണ്ട്, അതിനും അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിന് അങ്ങനെ അസഹിഷ്ണുതയെ അതിജീവിക്കാൻ കഴിഞ്ഞത് അത് നാട്യത്തിൻ്റെ ഭാഗമായിട്ടാവാം. പക്ഷെ അദ്ദേഹം നാട്യത്തിൻ്റെ ഭാഗമായിട്ടല്ല. കാരണം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല, വോട്ട് ചോദിക്കാനില്ല, ഏതെങ്കിലും തരത്തിൽ സംഭാവന ഇരിക്കാനില്ല. അപ്പോഴൊക്കെയാണ് നമ്മൾ ചിരിക്കുകയും വെറുതെ ആവശ്യമില്ലാതെ ചിരിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരിക. അദ്ദേഹത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉറന്നൊഴുകിയ കാരുണ്യമാണ് അത് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അതേസമയം മനുഷ്യബന്ധങ്ങളിൽ അദ്ദേഹം വിസ്തൃതമായ ഒരു കാഴ്ചപ്പാട് പുലർത്തിയിട്ടുണ്ട്. ഏറെക്കുറെ നമ്മുടെ കാലത്ത് ആ കാഴ്ചപ്പാട് എഴുത്തിലും വായനയിലും പ്രഭാഷണത്തിലുമൊക്കെ തുടരുന്ന, ആഴത്തിൽ മതവിശ്വാസിയായിരിക്കുമ്പോഴും വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരോടും. ഷമീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം ബുദ്ധൻ, യേശു, മുഹമ്മദ്, മതപരമായുള്ള ഒരു താരതമ്യ പഠനമാണ്. 400 പേജുള്ളൊരു പുസ്തകമാണ്. അതിലൊക്കെ തന്നെ ഈ അപരവിദ്വേഷ കറ പുരളാത്ത അന്വേഷണമാണ്. അതുകൊണ്ട് അത് വളരെ പ്രധാനമാണ്. ഷമി ഇപ്പോൾ അല്ല, നേരത്തെ ഇത് തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ എട്ടാം ഇന്ദ്രിയത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ ഞാനതിനെ ഞാൻ ചുരുക്കി എൻ്റെ ഒരു വിശകലനത്തിൽ 7ാം ഇന്ദ്രിയത്തിൽ നിർത്തിയിരിക്കുകയാണ് ഞാൻ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, അല്ല അത് 9 ഒക്കെ ചെയ്യാം, ഓരോരുത്തരുടെയും വിശകലനം അനുസരിച്ചാണ്. ഇതിൽ അദ്ദേഹം 5 ഇന്ദ്രിയങ്ങൾ, അത് നമ്മൾ വിവരിക്കേണ്ട, നമുക്കെല്ലാവർക്കും ഉണ്ട്. പിന്നെ 6ാമത്തെ ഇന്ദ്രിയം എന്നുള്ളതുകൊണ്ട് മനസ്സ്. ഇത്രയും എല്ലാവരും പൊതുവെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ക്ഷമയും അതിൻ്റെ കൂടെ നമ്മുടെ വിചാരം, ദൈക്ഷണിക പ്രവർത്തനം, അതെല്ലാം കൂടി ചേർത്തിട്ട് 7, 8 ആക്കി. പക്ഷേ മലയാളത്തിൻ്റെ മാസ്റ്റർ ജീനിയസ് കുമാരനാശാൻ്റെ ഒരു കവിതയുണ്ട്, 7ാം ഇന്ദ്രിയം അഥവാ കാവ്യകല. ഞാൻ അവിടെ എത്തിയിട്ട് കഴിഞ്ഞു. 7ാം ഇന്ദ്രിയം അഥവാ കാവ്യകല, ഇതിൽ 2 വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം മലയാളത്തിൻ്റെ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, ഇവിടെ ഇന്നൊരു പ്രത്യേകത ഉള്ളത്, ഇവിടെ സംസാരിക്കുന്ന പുരസ്കാരം നേടിയ ഷമീം, ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, കുഞ്ഞാലി മാഷ് ഉൾപ്പെടെ, AP കുഞ്ഞാമോ, ജമാൽക്ക, എല്ലാം പല രീതിയിൽ വ്യക്തിപരമായിട്ട് എനിക്ക് ഏറെ അടുപ്പമുള്ള മനുഷ്യരാണ്. അവരുടെയൊക്കെ സംഭാഷണങ്ങൾ കേൾക്കണമെന്നുണ്ട്. ഷിഹാബും ഞാനും അവസാനം പങ്കെടുത്തൊരു വേദി കാസർഗോഡ് വെച്ചായിരുന്നു. അപ്പം അങ്ങനെ നിരവധി വേദികളിൽ പങ്കിട്ടിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരം നൽകുകയുണ്ടായി. എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല. വായിച്ചിടത്തോളം അതെന്നെ ഉന്മത്തമാക്കുകയുണ്ടായി. ഞാൻ എഴുതുന്ന മാധ്യമത്തിലെ എൻ്റെ കോളത്തിൽ അതിലെ ഒരു കഥ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം സംസാരിക്കേണ്ടതുകൊണ്ട്
ഈ കുമാരനാശാൻ്റെ കവിതയിലെ ആ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. സാധാരണ പ്രഭാഷകർ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീണ്ടും തുടങ്ങാമെന്നാണ്. പക്ഷെ ഇതങ്ങനെയല്ല, പേടിക്കണ്ട. അതിൽ അദ്ദേഹം പറയുന്നത് ഏകാന്തം വിഷം അമൃതാക്കി പാഴാകാശങ്ങളിൽ അലർവാടി ആരജിച്ചു ലോകാനുഗ്രഹ പരയായും കലെ നിൻ കാൽത്താര് നേട അടിയങ്ങൾ മുമ്പിടുന്നു എന്നാണ്. അതിൻ്റെ ഒറ്റ വരി ഏകാന്തം വിഷം അമൃതാക്കി. വിഷമായി തീരുന്ന ഏകാന്തത, പീഡിപ്പിക്കുന്ന ഏകാന്തതയെ പുളകമാക്കി തീർക്കാൻ കഴിയും. അങ്ങനെ പുളകമാക്കി തീർക്കാൻ നിരവധി വഴികളുണ്ട്. അതിലൊരു വഴിയാണ് വായന. ആ വായനയുടെ വിസ്മയമാണ് സത്യത്തിൽ മുഹമ്മദ് ഷമീം എന്ന് ഇന്ന് പുരസ്കാരം നേടിയതുകൊണ്ടല്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ആശയപരമായ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. MSSന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി ഉണ്ണീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചത് എൻഡോമെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ജമാൽ കൊച്ചങ്ങാടിയായിരുന്നു. ഷമീമിനെ പരിചയപ്പെടുത്തിയത് ഈ വിനീതനായിരുന്നു. ആശംസകൾ അർപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സ്നേഹിതനും നാട്ടുകാരനുമായ കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവായിരുന്നു. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ ആശംസാ പ്രസംഗം നമുക്ക് കേൾക്കാം. ഇവിടെ എന്നെ സംബന്ധിച്ചോളം വളരെ അങ്ങേറ്റം സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. കാരണം ഇന്നത്തെ പുരസ്കാര ജേതാവ് ഷമീം എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളാണ്, എൻ്റെ നാട്ടുകാരനാണ്. ഞങ്ങൾ പലപ്പോഴും വളപട്ടണം പുഴയുടെ ഓരങ്ങളിലിരുന്ന് സംസാരിക്കുകയും മിക്കവാറും തർക്കത്തിൽ വിമർശനത്തിൽ ഞാൻ ഏർപ്പെടാൻ എനിക്ക് വലിയ സന്തോഷം അതുമായിട്ട്. കാരണം അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. ഞാൻ വളരെ പ്രത്യേകിച്ചും ഒരു തിയോളജിയായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഒരു തർക്കിക്കാനുള്ളൊരു താല്പര്യം നമുക്ക് വളരെ. ഞാനത് ആലോചിച്ചത് എന്താണ് ഈ അമിതമായ ഒരു വാസന എന്നുള്ളത്. ഒരു പക്ഷേ ഒരു കുട്ടിക്കാല അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം. 1969 ജൂലൈ 20 എനിക്കൊരു അടി കിട്ടുകയുണ്ടായി. ബാർബർ ഷാപ്പിൽ മുടി മുറിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എനിക്ക് 5 വയസ്സ്. മുടി മുറിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അവിടെ കൊണ്ടാക്കി അവൻ തനിയെ പോയിക്കോളും എന്നുള്ള രീതിയിൽ ഞാൻ മുടി വെട്ടും കഴിഞ്ഞു വീട്ടിലേക്ക് പോകും. അപ്പോൾ അവിടെ നമ്മൾ അപ്പാപ്പയുണ്ട്, വല്യപ്പ എന്ന് പറയും. അപ്പോൾ ബാർബർ ഷാപ്പിൽ ഒരു ഉഗ്രൻ ചർച്ച നടക്കുന്നുണ്ടായി. മിക്കവാറും നമ്മുടെ ഒരു രണ്ടാം ലൈബ്രറി തന്നെയാണല്ലോ, പഴയ കാലത്ത് രണ്ടാം വായനശാല തന്നെയായിരുന്നല്ലോ ഈ ബാർബർ ഷാപ്പ്. അതൊക്കെ പോയി ഇപ്പം ബ്യൂട്ടി പാർലറായി. അപ്പോൾ അവിടുത്തെ പ്രധാന ചർച്ച എന്ന് പറയുന്നത് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി എന്നുള്ളത്. അപ്പം ഞാനും അന്തം വിട്ട്, കാരണം ചന്ദ്രനിൽ മനുഷ്യൻ എങ്ങനെ എത്തും, എങ്ങനെ കാലുകുത്തും, ഇതിൻ്റെയൊക്കെ ഒരു വിവരണമായിരുന്നു അവിടെ നടന്നത്. ഞാൻ തന്നെ അമ്പരപ്പിൽ ഇങ്ങനെ വീട്ടിലെത്തി ഞാൻ വലിയ സന്തോഷത്തോടെ പറയുകയായിരുന്നു, ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തി. ഇത് പറയേണ്ട താമസം പിറകിൽ ഒരു അടി വന്ന് വീണു. ഹറാമിയത്ത് പറയുന്നുണ്ടാണ് പറഞ്ഞിട്ടാണ്. അതിൻ്റെ മുഴക്കം ഇപ്പോഴും എൻ്റെ ഈ തലയുടെ പിറകിൽ പോയിട്ടില്ല. അതുകൊണ്ടാവണം ഈ എപ്പോഴും വിമർശനാത്മക രൂപത്തിൽ ആരെങ്കിലും കിട്ടിയാൽ പാണ്ഡിത്യമുള്ളൊരു മനുഷ്യനോടൊക്കെ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹം. കാരണം ഒരു സാധാരണക്കാരനല്ല ഷമീം എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം എപ്പോഴും തന്നെ അറിവിൻ്റെ അസാമാന്യമായ ഇടങ്ങളിൽ സഞ്ചരിക്കുകയും അതേക്കുറിച്ച് നേരത്തെ മുൻവിധികൾക്കപ്പുറത്തേക്ക് അതിനെ തിയോളജിയെ സമീപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സവിശേഷമായ വ്യക്തിത്വമുള്ള ആളാണ്. നമ്മുടെ എല്ലാ ചോദ്യങ്ങളെയും അടച്ച് കളയുക, ചോദ്യം ചോദിക്കുന്ന മഹാഭാവം ആയിട്ട് നമ്മുടെ ദൈക്ഷണികത്തിൽ ഇവിടെ എല്ലാ സംഗതിയും ബ്ലോക്ക് ചെയ്ത് അവിടെയൊക്കെ ഈ കുറ്റബോധത്തിൻ്റെ പാപബോധത്തിൻ്റെയൊക്കെ
ഈ പൂട്ടുകൾ വെച്ചിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു രീതി ശാസ്ത്രമായിരുന്നു. അങ്ങനെ അല്ലാത്തൊരു മുഖം നമ്മുടെ മണ്ണിലുണ്ട് എന്ന് എന്നെ ആദ്യമായി ഓർമ്മപ്പെടുത്തിയ ഒരാളാണ് CN ആന്റണി. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം സത്യത്തിൽ അങ്ങേയറ്റം അർഹനായ ഒരാൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് വ്യക്തിപരമായിട്ട് സുഹൃത്ത് എന്നുള്ള നിലയിലും ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്ത് രീതിയും ഒക്കെ കൊണ്ടുള്ള വലിയൊരു സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തെ ഇനിയും എനിക്ക് തർക്കിക്കാനുള്ള പുഴയൊരാടെ ബാക്കി നിൽക്കുന്നുണ്ട്. എൻഡോമെൻ്റ് കമ്മിറ്റി കൺവീനർ KP വലിയും MSSൻ്റെ സഹയാത്രികനും കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനുമായ AP കുഞ്ഞാമുവും കോഴിക്കോട്ടെയും പരിസര പ്രദേശങ്ങളിലെയും സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളടങ്ങിയ സദസ്സിനോട് അവാർഡ് ജേതാവായ മുഹമ്മദ് ഷമീം ലളിതവും ഹ്രസ്വവും വിജ്ഞാനപ്രദവുമായ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് 6 മണിക്ക് മുമ്പേ തീരേണ്ട ഒരു പരിപാടിയാണ്. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് സംസാരിക്കാൻ ധാരാളം സമയമുണ്ട്. എന്നാൽ അത്രയും സമയം ഉപയോഗപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത് ഇവിടെ പുരസ്കൃതനായി ഇരിക്കുന്ന എന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവിടെ കൂടുതൽ പ്രഭാഷണങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നടന്നിട്ടുള്ളത് എന്നത് എന്നിലുണ്ടാക്കി തീർത്തൊരു വികാരമുണ്ട്. ആ വികാരം ഒരുപക്ഷെ എൻ്റെ പദപരിജ്ഞാനത്തെ അങ്ങോട്ട് മൂടിക്കളയും എന്ന് തോന്നുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ പോലും സാധാരണ ഒരു പ്രഭാഷണത്തിലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറില്ല. എടുത്തടിച്ച പോലെ പ്രസംഗം തുടങ്ങുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ക്രമപ്രവൃദ്ധമായിട്ട് വളരുക എന്നത് പോലുമില്ല. നേരെ മുകളിൽ നിന്നിട്ട് താഴോട്ട് വരികയാണ് ചെയ്യുക. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഇവിടെ നിൽക്കുന്നത് എന്നത് ഒരർത്ഥത്തിൽ എൻ്റേതായൊരു പ്രഭാഷണം നടത്തുന്നതിൽ എനിക്ക് തടസ്സമായി മാറുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷം ഈ പ്രഭാഷണങ്ങളെക്കാളെല്ലാം ഉപരി CN അഹമ്മദ് മൗലവി പലരെയും പോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് വായിച്ച ഖുർആൻ പരിഭാഷ CNൻ്റെതാണ്. അതിന് പ്രധാന കാരണം അതാണ് ആദ്യത്തെ മലയാള പരിഭാഷ. അതിനു മുമ്പ് അറബി മലയാള പരിഭാഷ ഉണ്ടായിരുന്നു. ബാങ്കുട്ടികളെക്കുറിച്ചൊക്കെ ശ്യാംകയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മലയാള ലിപിയിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട ഖുർആൻ പരിഭാഷ. പിന്നീട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുഞ്ഞാലി മാഷ് പറഞ്ഞതുപോലെ അതിൻ്റെ മറുപടിയായിട്ടാണ് അമാനി മൗലവിയുടെ വാള്യങ്ങളോളമുള്ള തഫ്സീർ. ആ തഫ്സീറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, വളരെ പ്രയോജനപ്രദമാണ്. അതേസമയം അതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് CNൻ്റെ ആശയങ്ങളെ പ്രതിരോധിക്കുക എന്നതായി തീർന്നു എന്നുള്ളത് അമാനി മൗലവി തന്നെയും മറച്ചു വെച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതൊരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നതല്ല. പിന്നെ മൊത്തത്തിൽ മലയാളത്തിൽ ഖുർആൻ വന്നു തുടങ്ങിയതോടുകൂടി ആളുകളൊക്കെ അങ്കലാപ്പിലായി പോകുമോ, ആളുകൾ വഴികേടിലായി പോകുമോ എന്ന ന്യായമായ ഒരു ബേജാറിൽ നിന്ന് സ്വാഭാവികമായും മറ്റുള്ളവരുടെ മോക്ഷം, സ്വർഗപ്രാപ്തി മുതലായ സംഗതികളെക്കുറിച്ചുള്ള ആകാംക്ഷയിൽ നിന്നാണ് പിന്നെ ചില പരിഭാഷകളൊക്കെ ഉണ്ടായത്. അവരുടെ ആശയങ്ങളോട് നമ്മൾ എത്ര വിയോജിച്ചാലും അങ്ങനെ ഒരു മാനസികാവസ്ഥയെ നമ്മൾ ഇകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആളുകൾ വഴിതെറ്റിപ്പോകാതെ ജാഗ്രത ആവുക എന്നത് അത്ര മോശം കാര്യമൊന്നുമല്ലല്ലോ. അപ്പോഴിങ്ങനെ നിരവധി ഖുർആൻ പരിഭാഷകൾ അതേ തുടർന്നുണ്ടായി. അപ്പോൾ CNൻ്റെത് ഞാൻ വായിക്കുന്നത് ഒരു വിശ്വാസിയായിരിക്കുന്ന കാലത്തല്ല. പക്ഷെ അതേസമയം ഖുർആൻ പഠിക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ളൊരു തോന്നൽ അത് വായിച്ചപ്പോഴുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് പലപ്പോഴും അതിനെ തന്നെയാണ് ഞാൻ അവലംബമാക്കിയത്. കുറേ കൂടി വായിച്ചപ്പോൾ ഇതിനെതിരായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. പരമ്പരാഗതമായിട്ടുള്ള മതവിജ്ഞാനം, വിദ്യാഭ്യാസമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് അതേ സംബന്ധിച്ചൊന്നും ആദ്യം വലിയ ധാരണയില്ലായിരുന്നു. പിന്നെയാണ് ഇതേ സംബന്ധിച്ചുള്ള വിമർശനങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ അറിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യമായിട്ടല്ല,
അദ്ദേഹത്തിൻ്റെതായ വാദങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഇതാദ്യമായിട്ടല്ല, അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്നല്ല, അത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ കാലം മുതൽക്ക് തന്നെയും ഖുർആന് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളിൽ വൈവിധ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് ഖുർആന്റെ ഒരു സാധ്യതയാണ്. ഈ സാധ്യതയെ അംഗീകരിക്കാതിരിക്കുന്നത് വലിയൊരു പാതകമാണ്. വ്യാഖ്യാനങ്ങളിലുള്ള വൈവിധ്യത്തിന്റെ സാധ്യത. ഇപ്പോൾ മുഹമ്മദ് അബ്ദു, റഷീദ് റിള തുടങ്ങിയിട്ടുള്ള ആളുകളുടെ രീതിയെയാണ് CN അവലംബിച്ചത് എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമെന്ന് പറഞ്ഞാൽ യുക്തി, ചരിത്രം, വർത്തമാനം ഈ പറയുന്നവർക്ക് പ്രാധാന്യം നൽകി എന്നുള്ളതാണ്. ഒരല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ മുഹമ്മദ് അസദിനെ ആ ശ്രേണിയിൽ ഞാൻ കണ്ടു. ചില വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അമീൻ ഹസൻ ഇസ്ലാഹിയുടെ ഗുരുവായ ഹമീദുദ്ദീൻ ഫറാഗി, അമീൻ ഹസൻ ഇസ്ലാഹിയുടെ ശിഷ്യനായ, ഇപ്പോൾ മികച്ച പ്രഭാഷണ പരമ്പരകളിലൂടെയൊക്കെ ഓൺലൈനിൽ ആളുകളുടെ ശ്രദ്ധ കവർന്നുകൊണ്ടിരിക്കുന്ന ജാവേദ് അഹമ്മദ് ഖാമിദി തുടങ്ങിയിട്ട് ആളുകളൊക്കെയും ഏതൊക്കെയോ അർത്ഥത്തിൽ ഇപ്പറയുന്ന രീതികളെ പിന്തുടർന്നവരാണ്, അവലംബിച്ചവരാണ് എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇത് തന്നെയാണ്. ഒന്നാമത്, പാരമ്പര്യങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുകയല്ല, ആ രീതിയെ അന്ധമായി അനുധാവനം ചെയ്യുകയല്ല, മറിച്ച് അതിൽ വളരെ കൃത്യമായിട്ടുള്ള യുക്തി പ്രയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനെയൊക്കെ ചരിത്രപരമായി വായിക്കുന്നു. ഞാനിവിടെ സൂചിപ്പിച്ച് വിശദാംശങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അതെനിക്കുമുണ്ട്. ഈ പറയുന്ന ഞാനൊരു പണ്ഡിതനൊന്നും അല്ലെങ്കിൽ പോലും വിശദാംശങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ മനുഷ്യൻ ഇത്തരം കാര്യങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചിന്തയുടെ ഒരു വലിയ സാധ്യത, ഒരു വലിയ ലോകം തുറന്നു വെക്കുകയാണ് CN അഹമ്മദ് മൗലവി ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കി. സത്യമായിട്ടും എനിക്ക് അംഗീകരിക്കാവുന്ന, പിന്തുടരാവുന്ന ഒരു രീതിയായിരുന്നു അത് എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടതാണ് എന്നെപ്പോലെ ഒരാൾ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ഞാൻ ഈ പേര് പറഞ്ഞ പണ്ഡിതന്മാരെല്ലാവരും മനുഷ്യന്റെ സാംസ്കാരികമായ, കലാപരമായ ആവിഷ്കാരങ്ങളോട് വളരെ ഗുണാത്മകമായ, പോസിറ്റീവായ സമീപനം സ്വീകരിച്ചവരായിരുന്നു എന്നാണ്. മുഹമ്മദ് അസദ് 1-2 സിനിമകൾക്ക് തിരക്കഥ തന്നെ എഴുതിയിട്ടുണ്ട്. ഖുർആൻ ഞാനിപ്പോൾ ചിലർ വളരെ, എനിക്കത് മനസ്സിലായിട്ടില്ല, പക്ഷെ എന്നാൽ പോലും ചിലർ വളരെ കൗതുകത്തോടു കൂടിയെങ്കിലും പറയാറുള്ള ഒന്നാണ് ഈ സിനിമാ നിരൂപണം നടത്തുന്ന ഒരു ഖത്തീബ്. മുഹമ്മദ് അസദിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയുള്ള അദ്ദേഹം 2 സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ റോട്ട് മക്ക എന്ന പുസ്തകം ഒരു സിനിമയുടെ തിരക്കഥ വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു സിനിമ കഥ വായിക്കുന്നത് പോലെയോ ഫ്ലാഷ് ബാക്കുകളിലൂടെയാണ് അതങ്ങനെ മുന്നോട്ട് പോകുന്നത്. യാത്രാവിവരണമൊന്നല്ലത്, അത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. പക്ഷേ യാത്രയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ അദ്ദേഹം പുറകോട്ട് പോകും. വളരെ മനോഹരമായ മലയാള പരിഭാഷയും ആ പുസ്തകത്തിനുണ്ടായിട്ടുണ്ട്. കാരശ്ശേരി മാഷ് തയ്യാറാക്കിയ പരിഭാഷ. അപ്പോഴത് അതിൻ്റെ ഒരു രീതി തന്നെ അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ എന്ന് പറയുന്നത്, ഇപ്പോൾ സിനിമയിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ സ്പിരിച്വൽ റിയലിസം എന്ന് പറഞ്ഞിട്ടൊരു സങ്കേതം, ഒരു കാറ്റഗറി ഉള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷേ എല്ലാ കലാസാഹിത്യ രംഗത്തും അങ്ങനെ ഒന്ന് വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ സിനിമയിൽ ആന്ദ്രേ താർക്കോവ്സ്കിയെ പോലുള്ള പ്രഗത്ഭന്മാരൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരും. അതിൽ തന്നെ കൂടുതൽ ഇസ്ലാമികമായിട്ടുള്ള ബിംബങ്ങളെയും മൂല്യങ്ങളെയും അനുധാവനം ചെയ്തിട്ടുള്ള ഒരാൾ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും കരുത്തരായ ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ്. കാന്, വെനീസ്, ബെർലിൻ പോലുള്ള വലിയ മേളകളിലൊക്കെയും പുരസ്കാരം നേടിയിട്ടുള്ള ടർക്കിഷ് ഫിലിം മേക്കർ സമി കപ്ലനോവ്ലു. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ദി ഗ്രെയിൻ എന്നൊരു സിനിമയുണ്ട്. ആ സിനിമ ശരിക്ക് ഖുർആനിൽ മൂസാ നബിയുടെയും ഖിളറിൻ്റെയും സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഖിളർ എന്നൊരു പേര് ഖുർആനിലില്ല. ഒരു ഹദീസിൽ ഖിളർ എന്ന് വന്നിട്ടുണ്ട്. ഖിളറെന്നും ഖലിറെന്നും വായിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പേരിൻ്റെ ഒരു പൊരുളെന്താണെന്ന് ഭാഷയിൽ വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ അതേസമയം ഒരൊറ്റ ഹദീസിൽ വന്നിട്ടുള്ളൊരു പേര്, ആ പേര് വെച്ചിട്ട് എന്തെല്ലാം കഥകൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ? ഖിളർ നബിയാണ്,
അതങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. കഥകൾ അപ്രസക്തമാണെന്ന് കരുതുന്ന ഒരാളൊന്നുമല്ലേ. മനുഷ്യൻ്റെ ചിന്തയിലും വികാസത്തിലുമൊക്കെ കഥകൾക്ക് വലിയ പ്രാധാന്യം. പക്ഷെ ചില കഥകൾ ചില അന്ധവിശ്വാസങ്ങളായിട്ടും മറ്റുമൊക്കെ മാറും. അങ്ങനെ മാറിയിട്ടുള്ളൊരു കഥാപാത്രമാണ് ഖിദർ. യാതൊരു വ്യക്തതയും ഖുർആൻ ആ കഥാപാത്രത്തിന് നൽകുന്നില്ല. അതുപോലെ തന്നെ ഈ കഥയും വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ. മോസസും ഖിദറും തമ്മിലുള്ള സംഭവം. ഞാൻ ഈ ഗ്രെയിൻ എന്ന സിനിമ കണ്ടപ്പോൾ, ആ സിനിമ ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് കാലഘട്ടത്തിൽ നടക്കുകയാണ്. പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക്, അതായത് സാധാരണ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക്കാണ്. ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പാസ്റ്റിനെ കുറിച്ചുള്ള ആഖ്യാനങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആഖ്യാനങ്ങളിൽ തന്നെ ചിലത് ഈ അപ്പോക്കാലിപ്റ്റിക് എന്ന് പറഞ്ഞാലൊരു വലിയ നാശം. അങ്ങനെ ഒരു നാശത്തെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം എന്നാണ്. ആൽബർട്ട് ഐൻസ്റ്റൈനെ കുറിച്ചൊരു കഥയുണ്ട്. ശരിക്കും ഉണ്ടായതാണോ എന്ന് എനിക്കറിയില്ല, ആധികാരികമായി വായിച്ചതല്ലാത്തതുകൊണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചത്രേ, 3-ാം ലോക യുദ്ധത്തിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്തായിരിക്കും? അദ്ദേഹം അപ്പോൾ പറഞ്ഞ മറുപടി, അതെനിക്കറിയില്ല, പക്ഷെ 4-ാം ലോക യുദ്ധത്തിൽ മനുഷ്യൻ ശിലായുധങ്ങളായിരിക്കും ഉപയോഗിക്കുക. 4-ാം ലോക യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ മനുഷ്യൻ കല്ലുകൊണ്ടുള്ള ആയുധങ്ങളെ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ 3-ാം ലോക യുദ്ധത്തോടുകൂടി അത്രയും വലിയ നശീകരണം, അങ്ങനെ ഒരു നാശത്തെ ഈ ബൈബിളിലൊക്കെ വിഭാവനം ചെയ്യുന്നുണ്ട്, അവർ എസ്കറ്റോളജിക്കൽ സിദ്ധാന്തങ്ങളുടെ ഭാഗമായി. അപ്പോൾ അതിന് പറയുന്നൊരു വാക്കാണ് ഈ അപ്പോക്കാലിപ്സ്. അപ്പോൾ അപ്പോക്കാലിപ്റ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നാശം, അത് സയൻസിൻ്റെ വികാസം കൊണ്ടും അതുണ്ടാവാം. അപ്പോൾ ഏതാണ്ട് ഈ വിജയൻ്റെ മധുരങ്കായതി നോവലിനൊക്കെ ആ ഒരു സ്വഭാവം. അപ്പോഴങ്ങനെ ഉണ്ടാവാം. അങ്ങനെ ഒരു സർവനാശത്തെക്കുറിച്ച് വിഭാവനം ചെയ്യുന്നതാണ് അപ്പോക്കാലിപ്റ്റിക്. എന്നാൽ അതിന് ശേഷമുള്ള ജീവിതം, അതാണ് പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക്. ബുക്ക് ഓഫ് എലി എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം സിനിമകളുണ്ട് ആ വിഷയത്തിൽ. ഈ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ഫിലിമാണ്. പക്ഷേ അതിൽ 2 ജനിതക ശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞാൽ അക്കാലത്തൊരു ഭീമമായ ഭക്ഷ്യപ്രശ്നം വരികയാണ്. അന്ന് വിത്തുകൾ മുഴുവൻ നമ്മൾ ഈ ടെർമിനേറ്റർ സീഡ്സ്, അന്ധക വിത്തുകൾ, ശരിക്കും പറഞ്ഞാൽ ആ വിത്തുകളല്ല അന്ധകർ, അതിനങ്ങനെ ആക്കുന്നതാണ്, ഇത് വേറെ വിഷയമാണ്. എന്തായാലും അത്തരം വിത്തുകളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണം മാത്രമേ ആളുകൾക്ക് കിട്ടുള്ളൂ. ഇതിനൊരു കുഴപ്പം സംഭവിച്ചു, ഇതിൻ്റെ പ്രൊഡക്ഷനിൽ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചപ്പോഴാണ് ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടായത്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു ജനറ്റിസ്റ്റ്, ഒരു ജനിതക ശാസ്ത്രജ്ഞൻ പുറപ്പെടുക. അയാളാണെങ്കിൽ അയാളുടെ അന്വേഷണത്തിനിടയിൽ മുമ്പുണ്ടായിരുന്ന ഒരു ഭ്രാന്തൻ ജനിതക ശാസ്ത്രജ്ഞനുണ്ട്. വിചിത്രമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് ആളുകൾ എറിഞ്ഞോടിച്ച ഒരാളാണ്. അയാളെ കണ്ടെത്തിയാൽ പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റും എന്ന് തോന്നി. അങ്ങനെ അയാളുടെ അടുത്തേക്ക് പോവാണ്. അയാളുടെ അടുത്തേക്ക് പോയി എന്നിട്ട് പറഞ്ഞ്, എനിക്കിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ വരണ്ട, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ സാധിക്കില്ല. പറയാനുള്ളത് പറഞ്ഞതിൻ്റെ പേരിൽ ബഹിഷ്കരിക്കപ്പെട്ട ഒരാളല്ലേ ഞാൻ. എൻ്റെ കൂടെ നിങ്ങൾക്ക് എങ്ങനെ ക്ഷമിച്ചു നിൽക്കാൻ പറ്റും? ഞാൻ നിങ്ങളുടെ കൂടെ ക്ഷമിച്ചു നിന്നോളാം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ ഈ സംഭവങ്ങളൊക്കെ ആവർത്തിക്കുകയാണ്. മോസസും ഖിദറും തമ്മിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ടതില്ല, അറിയുന്നവർക്കറിയാം, അല്ലാത്തവരൊന്ന് വായിച്ചു നോക്കാം. പക്ഷേ ഈ സംഭവങ്ങളുടെ അവസാനം മനോഹരമായൊരു ഉദ്യാനം കാണുന്നുണ്ട്. സിനിമ മോണോക്രോമിൽ മുന്നോട്ട് പോകുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മോണോക്രോമിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ ആ ഒരൊറ്റ രംഗം മാത്രം കളറാണ്. ഒരു ബഹുവർണ്ണ, ഒരു വലിയൊരു ഉദ്യാനത്തിൻ്റെ ചിത്രം ഇദ്ദേഹം കാണുന്നു. ഇദ്ദേഹത്തിന് ചില വെളിപാടുകൾ, തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു. ഈ പറയുന്ന അന്വേഷിച്ചു പോകുന്ന ജനിതക ശാസ്ത്രജ്ഞൻ്റെ സ്ഥാനത്താണ്, ജനിതക ശാസ്ത്രജ്ഞൻ ഈ കഥയിലെ മൂസാനബിയുടെ സ്ഥാനത്ത് നിൽക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, മൂസാനബിയെ നമ്മളിങ്ങോട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ സിനിമ കാണാത്തതുകൊണ്ട് ഭാഗ്യം എന്നേ ഞാൻ പറയുള്ളൂ. അത് വല്ലാതെ പിന്നെ അന്തർദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണ്. പക്ഷേ ഇവിടെ പിന്നെ ആർത്ഥത്തിലുള്ള കാണുന്നവർ മാത്രമല്ല അത് കാണുള്ളൂ. അതേസമയം ഖിദറിൻ്റെ സ്ഥാനത്താണ് ഈ പറയുന്ന ബഹിഷ്കൃതരായിട്ടുള്ള, ഓടിപ്പോകേണ്ടി വന്നിട്ടുള്ള ജനറ്റിസ്റ്റ് നിൽക്കുന്നത്. ഇവർ തമ്മിലുള്ള ആ ഒരു സംവാദം, ജീവിതം, അത് വികസിപ്പിച്ചെടുത്തത് ഈ ഒരു ആശയത്തിൽ നിന്നാണ്. അപ്പോൾ അത് വളരെ അത്ഭുതകരമാണ്. അപ്പോഴങ്ങനെ അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും പരിശോധിച്ച് കഴിഞ്ഞാൽ നേർക്കുനേരെ ഖുർആനായത്ത് ഓതിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഇസ്ലാമിക കല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുണ്ടാക്കി കൊണ്ടുപോകുന്നൊരു സാധനമുണ്ട്. അതിൻ്റെയൊക്കെ ആദ്യകാലത്ത് ഭയങ്കര രസമാണ്. നാടകമൊക്കെ അവതരിപ്പിച്ചിട്ട് അവസാനം ഒരു പ്രസംഗം ഉണ്ടാവും. അപ്പോൾ ആ പ്രസംഗമാണ് യഥാർത്ഥത്തിൽ നാടകം. ആ നാടകം മുഴുവൻ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല, ആ പ്രസംഗം മാത്രം കേട്ടാൽ മതി. പ്രസംഗിക്കാനുള്ളതല്ലല്ലോ നാടകം എന്ന് പറഞ്ഞാൽ, കാണാനുള്ളതല്ലേ. എന്നാൽ ഒരു പ്രസംഗം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇസ്ലാമാവൂ എന്നുള്ള ധാരണയോടുകൂടി, പക്ഷെ അതിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോയി എന്നുള്ളത് വളരെ എന്താ പറയുക, സന്തോഷകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇതിന് അത്ര ചിഹ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തെല്ലാം സാധ്യതകളാണെന്നറിയാം.
ഞാൻ എഴുതിയിട്ടുള്ള സൊക്കോളോ മുതൽ തിംബുക്തു വരെ ഒരു സഹാറൻ യാത്ര എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് അബ്ദുറഹ്മാൻ സിസാക്കോ അതിനെക്കുറിച്ച് എല്ലാവരും കൂടെ പറഞ്ഞു. GP അവതാരിക എഴുതിയത് ആ പുസ്തകത്തിനാണ്. അബ്ദുറഹ്മാൻ സിസാക്കോ എന്ന് പറഞ്ഞാൽ മാലി മൗറിത്താനിയൻ ഫിലിം മേക്കറാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ഈ തിംബുക്തു എന്ന് പറയുന്നൊരു സിനിമ, അത് യഥാർത്ഥത്തിൽ മാലിയിലെ തിംബുക്തു നഗരത്തിന്മേലുണ്ടായിട്ടുള്ള അവിടുത്തെ ഒരു അൽഖായിദ ഗ്രൂപ്പ്, ഒരു മിലിറ്റന്റ് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ്, മിലിറ്റന്റ് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ്, അവരുടെ ആ അധിനിവേശത്തെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങൾ അതിൽ പറയാം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അവതരണ ശൈലിയാണ് സിസാക്കോയുടേത്. അത് പഠിക്കണമെങ്കിൽ ആ പുസ്തകം വായിക്കാൻ സിനിമ കാണണമെന്നില്ല. മാലിയുടെയും മൗറിത്താനിയുടെയും ചരിത്രമൊക്കെ, അതിൻ്റെ പ്രതിരോധം, അതിൻ്റെ സംസ്കാരം, ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അതിനെക്കുറിച്ച് തന്നെയുള്ളൊരു പുസ്തകമായതുകൊണ്ട്. അവിടെ ഈ തിംബുക്തു എന്ന് പറയുന്നത് ഇപ്പറയുന്ന മിലിറ്റന്റ് ഇസ്ലാമിസത്തിനെതിരായിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ, അദ്ദേഹം അതിന് തൊട്ട് മുമ്പ് ബമാക്കോ മാലിയിലെ വേറൊരു സ്ഥലത്തിൻ്റെ പേര്. ബമാക്കോ മാലിയുടെ തലസ്ഥാനമാണ്. ബമാക്കോയിൽ അദ്ദേഹം IMF-നെയും വേൾഡ് ബാങ്കിനെയും ഒക്കെ വിചാരണ നടത്തുകയാണ്, ഗ്ലോബലൈസേഷന് വിചാരണ നടത്തുകയാണ്, ഇത്രയും പ്രതിബദ്ധതയോടുകൂടി. പക്ഷെ അങ്ങനെയുള്ള വിചാരണകളിലൊക്കെയും വളരെ പരമ്പരാഗതമായിട്ടുള്ള മാലിയൻ മൗറിത്താനിയൻ മുസ്ലിം ജീവിതത്തെ അദ്ദേഹം ഇഴുക്കി ചേർത്തിട്ടുണ്ട്. തിംബുക്തു കാണുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പറയുന്ന മിലിറ്റന്റ് ഇസ്ലാമിസവും പരമ്പരാഗതമായിട്ട്, തിംബുക്തുകാർ എന്ന് പറഞ്ഞാൽ അത്ര മോശം നാടല്ല അത്. വളരെ തിംബുക്തുവിലുണ്ടായിരുന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അറബികളായിട്ടുള്ള പണ്ഡിതർ ഇസ്ലാം പഠിക്കാൻ വേണ്ടി ചെന്നിരുന്ന സ്ഥലമാണ്. അറബി പണ്ഡിതന്മാർ ഇസ്ലാം പഠിക്കാൻ വേണ്ടി അവലംബിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു കാലത്ത് ഈ തിംബുക്തു യൂണിവേഴ്സിറ്റി. തിംബുക്തു മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പരമ്പരാഗതമായിട്ട് കുടുംബം ഒരു നിധി പോലെ പരമ്പരാഗത സ്വത്തായിട്ട് കൈമാറുന്ന കയ്യെഴുത്ത് പ്രതികൾ. അതിൽ എല്ലാം ഉണ്ട്. തിയോളജി ഉണ്ട്, ഫിലോസഫി ഉണ്ട്, അതുപോലെ തന്നെ സർഗാത്മകമായിട്ടുള്ള കൃതികളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഒരു വലിയൊരു അമൂല്യ നിധി പോലെ. അതിലൊരുപാട് സംഗതികളൊക്കെ ഈ അധിനിവേശം കാരണം നശിച്ചു പോയിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് സിസാക്കോ അൽ ജസീറയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു ആ പുസ്തകം എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട്. അതിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ യഥാർത്ഥത്തിൽ എത്രത്തോളമാണ് ഈ ഒരു കലയുടെ സാധ്യത എന്ന് വെളിവാക്കുന്നത് തന്നെയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ്? ഈ പറയുന്ന അൽഖായിദയുടെ കയ്യിലാണോ, അതോ അവരുമായി സംവാദം നടത്തുന്ന പള്ളിയിലൊരു ഇമാമുണ്ട്, ആ ഇമാമിൻ്റെ കയ്യിലാണോ ഉള്ളത് പ്രവാചകന്റെ പാരമ്പര്യം എന്നത് അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ സാധ്യത, പ്രത്യേകിച്ചും ഇത്തരം ആവിഷ്കാരങ്ങളാകുമ്പോൾ അതിൽ വെറുപ്പ് കലർത്താനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടക്കാറുണ്ടെങ്കിൽ പോലും പൊതുവായി ആവിഷ്കർത്താക്കൾ, വായനക്കാരെന്നൊക്കെ പറയുന്നൊരു സമൂഹം അത്തരം എല്ലാ പരിധികളെയും ഭേദിച്ചവരാണ് എന്നുകൂടി കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു വലിയ സാധ്യത അതിനുണ്ട് എന്നത് തന്നെയാണ് അതിനെ പിന്തുടരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ സാഹിത്യമാണെങ്കിലും ഇപ്പോൾ നമ്മൾ പലപ്പോഴും, ഇപ്പം ഞാനിപ്പോൾ ചിലപ്പോൾ ഈ സംശയങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. നേരത്തെ പറഞ്ഞ വാക്തലപ്പ് പുസ്തകം അത് യഥാർത്ഥത്തിൽ ഡിബേറ്റാണ്, ലോജിക്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ സന്ദേഹം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സന്ദേഹം ഉണ്ടാകാൻ പാടില്ലല്ലോ ഒരു വിശ്വാസിക്ക്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, വിശ്വാസം എന്ന് പറയുന്നതും ഈമാൻ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. കാരണം ഈമാൻ എന്ന വാക്കിന് ഭാഷയിൽ തന്നെ വിശ്വാസം എന്നർത്ഥമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഈമാൻ എന്താ, അവിടെ സംശയങ്ങൾക്ക് പ്രസക്തി ഉണ്ട്. മാത്രവുമല്ല ദൈക്ഷണികമായ പ്രവർത്തനങ്ങളിൽ സംശയങ്ങൾ ഇല്ലാതിരിക്കാൻ പാടില്ല. ബോർഹസിൻ്റെ ഒരു വാക്യം, ഡൗട്ട് എന്ന് പറയുന്നത് ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു പേരാണ്. ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു പേരാണ് ഡൗട്ട്. ഹദീസുകളിൽ വന്നിട്ടുള്ളത് തിൽക്ക മഹ്ലുൽ ഈമാൻ, അതുപോലെ ദാലിക സരീഹുൽ ഈമാൻ. ഇതിന് വേറെ വ്യാഖ്യാനങ്ങളുണ്ട് കേട്ടോ. ഞാനൊരു വ്യാഖ്യാനത്തെയും ഒരു സാധ്യതയും നിരാകരിക്കുന്ന ഒരാളല്ല. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, സംശയത്തെക്കുറിച്ച് അനിൽ വസ്വീസ് നടന്നു. സംശയത്തെക്കുറിച്ചാണ് പ്രവാചകനോട് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നത് തിൽക്ക മഹ്ലുൽ ഈമാൻ അല്ലെങ്കിൽ ദാലിക സരീഹുൽ ഈമാൻ. അത് ഈമാനിൻ്റെ ക്ലാരിറ്റിയാണ്, ഈമാനിൻ്റെ പ്യൂരിറ്റിയാണ് എന്ന് പ്രവാചകൻ പറയുന്നു. ആ പറയുന്നത് അതിനെക്കുറിച്ചല്ല, ഞങ്ങൾക്ക് അങ്ങയോടത് ചോദിക്കാൻ തന്നെ പേടിയുണ്ട് എന്നുകൂടി കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചാണ് എന്നാണ് അതിന് സാധാരണ നൽകപ്പെട്ടിട്ടുള്ളൊരു വ്യാഖ്യാനം. ഞാൻ ആ വ്യാഖ്യാനത്തിൻ്റെ സാധ്യതയെ നിരാകരിക്കുകയല്ല. പക്ഷേ ഇങ്ങനെ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് കുറേ കൂടി നമ്മുടെ നിലപാടുകളിൽ കുറച്ചുകൂടി കൃത്യത വരും.
അതിന് ശരിയായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് മസലുകളിലൂടെ, മെറ്റഫറുകളിലൂടെ സംസാരിക്കുന്നത് എന്ന് ബൈബിളിൽ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്. കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കിയാലേ അത് നിങ്ങളുടേതാകും. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമാണ് കലാപരമായ ആവിഷ്കാരങ്ങൾ, കലാത്മകമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ. ഒരുപക്ഷെ ഇപ്പോൾ ഇസ്ലാമിക നവോത്ഥാനം അല്ലെങ്കിൽ മുസ്ലിം സമുദായ പരിഷ്കരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നടത്തുന്ന പ്രഭാഷണത്തിൻ്റെ എത്രയോ ഇരട്ടി ശേഷി ഉണ്ടാവും ഷിഹാബുദ്ദീൻ പുത്തൻകടവിൻ്റെ തുരുമ്പുമുള്ളാണിയുടെ ഹൃദയം എന്നൊരൊറ്റ കഥക്ക്. അത് അത്രയും ശേഷി ഉണ്ടാവുമെന്ന് മാത്രമല്ല, അതൊരുപാട് കാലം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. എൻ്റെ പ്രസംഗം കേൾക്കുന്നതോടുകൂടി അതങ്ങോട്ട് തീർന്നു. അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ, നിങ്ങൾ കൂടുതൽ ആലോചിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടേതായി മാറും. ഇതേ വർത്താനം ഖുർആനും പറയുന്നുണ്ട്. മസലുകൾ യദ്രിബുല്ലാഹുൽ അംസാൽ, അള്ളാഹു നിങ്ങൾക്ക് ഉപമകൾ, ഉൽപ്രേക്ഷകൾ അല്ലെങ്കിൽ മെറ്റഫറുകൾ അവതരിപ്പിക്കുന്നത് എന്തിനാണ്? അത് നിങ്ങൾ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാനാണ് എന്നുള്ളൊരു പ്രയോഗം. ഈ ചിന്തയാണല്ലോ പ്രയോഗിക്കേണ്ടത്. ഈ ചിന്ത പ്രയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് CNN-ൻ്റെയും അഭിപ്രായം. വാദം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരമ്പരാഗതമായ മനസ്സിലാക്കലുകളിൽ നിന്ന് ഭിന്നമായിട്ടുള്ള കുറേ വർത്തമാനങ്ങൾ അദ്ദേഹം പറയുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒക്കെ ഒരു പ്രസക്തി, പ്രാധാന്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായിരുന്നാലും ഇത്തരത്തിൽ ഒരുപാട് സാധ്യതകൾ നമ്മുടെ വൈജ്ഞാനികമായിട്ടുള്ള സംവാദങ്ങളും തലങ്ങളുമൊക്കെ നമുക്ക് തുറന്നു തരുന്നുണ്ട്. അത്തരം സംഗതികളിലൊക്കെ ഇടപെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ യഥാർത്ഥത്തിൽ പുസ്തകങ്ങൾ എഴുതുന്നത്. മാത്രമല്ല, എന്നെ അടയാളപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നത് ശരിക്കും ഒരു എഴുത്തുകാരനായിട്ടല്ല, വായനക്കാരനായിട്ടാണ്. നല്ല വായനക്കാരൻ ആയിത്തീരുക എന്നുള്ളൊരു ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ എനിക്കുള്ളത്. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ചില തിരിച്ചറിവുകളെ ഷെയർ ചെയ്യാനുള്ള ഒരു ഉപാധി മാത്രമാണ് എനിക്ക് എഴുത്തുന്നത്. അങ്ങനെയാണ് ഞാൻ എഴുത്തിനെ കാണുന്നത്. അതങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരുപാട് ബോധ്യങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ബോധ്യങ്ങൾ, ഈ ബോധ്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സാധിക്കും. എല്ലാ ബോധ്യങ്ങളെയും ആദരിക്കുക, അതോടൊപ്പം സ്വന്തം ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഈ വാക്ക് എൻ്റെതല്ല, ഈ വാക്ക് എന്നെക്കുറിച്ച് തന്നെ ഗെയ്യൻ പറഞ്ഞാണ്. ചെകുത്താൻ്റെ വേദപുസ്തകം എന്ന പുസ്തകത്തിന് അദ്ദേഹം എഴുതിയ അവതാരികയിൽ അത് ഒരു നല്ലൊരു വിശേഷണമായിട്ട് എനിക്ക് തോന്നി. എല്ലാ ബോധ്യങ്ങളെയും ആദരിക്കുന്ന, എന്നാൽ സ്വന്തം ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന, അതൊരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാനങ്ങനെയാണെന്ന് അതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അദ്ദേഹം അങ്ങനെ എഴുതിയപ്പോൾ പെട്ടെന്ന് അത് കൊള്ളാം. ചില വിശേഷണങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാവില്ല ഒരു സന്തോഷം. അതൊരു ആത്മരതിയുടെ തലത്തിലേക്ക് പോകാന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനൊരു കാര്യമുണ്ട്. നമ്മളെല്ലാ ബോധ്യങ്ങളെയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജനാധിപത്യപരമായൊരു തുറസ്, സംവാദാത്മകമായൊരു അന്തരീക്ഷം, നമുക്കിടയിൽ സൗഹൃദം നിലനിർത്താനും നമുക്കിടയിലുള്ള ഐക്യത്തെ ശക്തിപ്പെടുത്താനും ഒക്കെ അത് വലിയൊരു കാരണമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ തന്നെ അത് ചരിത്രത്തെ ഉൾക്കൊള്ളുന്ന രീതിയുണ്ട്. കാനന്നാസ് ഉമ്മത്തം വാഹിദ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് മനുഷ്യരെല്ലാവരും ഒന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായി. അപ്പോൾ ആ ഭിന്നിപ്പ് വലിയ കുഴപ്പമാണെന്ന് പറയല്ല ചെയ്തത്. പകരം ആ ഭിന്നിപ്പിൻ്റെ കാര്യത്തിൽ പടച്ചോനൊരു തീരുമാനം എടുത്തോളൂ എന്ന് പറയുകയാണ് ചെയ്തത്. ആ ഭിന്നിപ്പൊക്കെ ഭയങ്കര കുഴപ്പമുണ്ടായി, അതുകൊണ്ട് മറ്റെല്ലാ ഭിന്നിപ്പുകളെയും ഇല്ലാതാക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ ഭിന്നിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അസ്വസ്ഥരാവേണ്ടതില്ല, അതിൻ്റെ കാര്യത്തിൽ പടച്ചോനൊരു തീരുമാനം എടുത്തോളൂ. അപ്പം ഇങ്ങനെ കാനന്നാസ് ഉമ്മത്തം വാഹിദ എന്നിടത്ത് തുടങ്ങുന്നതാണ് മനുഷ്യ ചരിത്രത്തെക്കുറിച്ചുള്ള ഖുർആൻ്റെ വായന എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വെസ്റ്റേൺ ലിറ്ററേച്ചറിലുള്ള, നമ്മൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണത്തിൽ നമ്മളത് ഷെയർ ചെയ്തിരുന്നു, വെസ്റ്റേൺ ലിറ്ററേച്ചറിലുള്ള ഇസ്ലാമിക ബിംബങ്ങളെ സംബന്ധിച്ചുള്ളൊരു പഠനം. അങ്ങനെ ഞാൻ പുഷ്കിനെ കുറിച്ചൊരു ലേഖനം എഴുതി, ഗഥയെക്കുറിച്ച് ഒരു സാമാന്യം വലിയൊരു ലേഖനം എഴുതി. പുഷ്കിനെ കുറിച്ചുള്ള ലേഖനം പ്രബോധനത്തിൽ അച്ചടിച്ച് വന്നു. ഗഥയെക്കുറിച്ചുള്ള ലേഖനം തെളിച്ചം മാസികയിൽ 2 ലക്കമായിട്ട് അവർ കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളതൊന്നും പ്രസിദ്ധീകരിക്കാൻ അങ്ങനെ കൊടുക്കുന്നില്ല. ബോർഹസിനെ കുറിച്ച് വലിയ 2 ലേഖനങ്ങൾ എഴുതി. ബോർഹസ് വെസ്റ്റ് എന്ന് പറഞ്ഞുകൂടാ, സ്പാനിഷ് എഴുത്തുകാരൻ എന്ന നിലക്ക് അദ്ദേഹം വെസ്റ്റാണ്, അദ്ദേഹം അർജന്റീനക്കാരനാണ്. അതുപോലെ പിന്നെ ഇപ്പോൾ വിക്ടോർ യൂഗോയെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ വളരെ അത്ഭുതകരമായൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കവിത 3 ഭാഗങ്ങളാണ്. ഒന്ന് ഹിജ്റ 9-ാം വർഷം എന്നാണ്. അത് പ്രവാചകന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രമേയമാണ്. ഹിജ്റ 11-ാം വർഷമാണ് പ്രവാചകൻ മരിച്ചത് ചരിത്രത്തിൽ, പക്ഷെ ഇതിലെങ്ങനെയാണ് കാണുന്നത്.
രണ്ടാമത്തത് മഹോമത്ത്, ഫ്രഞ്ച് ജർമ്മൻ ഭാഷകളിലൊക്കെ മഹോമത്ത് എന്നാണ് മുഹമ്മദിൻ്റെ ഉച്ചാരണം. മൂന്നാമതൊരു ഭാഗമുണ്ട്, അത് ഒരു ദേവദാരു വൃക്ഷത്തെ സംബന്ധിച്ചുള്ള ഒരു കവിതയാണ്. പക്ഷേ ഇത് രസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എവിടെയും ലഭ്യമല്ല. വിക്ടോർ ഹ്യൂഗോൻ്റെ കംപ്ലീറ്റ് കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അത് ഒരു ഭാഗം മൊത്തം ഫ്രഞ്ചാണ്, മറ്റൊരു ഭാഗം ലഭ്യമായിട്ടുള്ള ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കളക്ഷൻ ഞാൻ എന്നിട്ട് ഈ ഫ്രഞ്ച് സാധനം എടുത്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷിലാക്കി, എന്നിട്ട് അതിനെ വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു ഭഗീരഥ യത്നത്തിലാണ്. അപ്പോൾ എന്താ സംഭവം? ദേവദാരു മരം, ജിദ്ദയിലുള്ള ഒരു ദേവദാരു മരം. എന്തിനാ ജിദ്ദ തിരഞ്ഞെടുത്തത്? ജിദ്ദ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മക്കയും മദീനയുമാണല്ലോ വിശുദ്ധ നഗരങ്ങൾ. പക്ഷേ ഈ രണ്ട് സ്ഥലത്തേക്കുമുള്ള ഗേറ്റ് വേ ആണ് ജിദ്ദ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. മക്ക എന്ന് പറഞ്ഞാൽ മക്ക മാത്രമല്ല, മദീന എന്ന് പറഞ്ഞാൽ മദീന മാത്രമേ ആവും. പക്ഷെ ജിദ്ദ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തേക്കുള്ള ഗേറ്റ് വേ ആണ്. അതിനും പുറമെ അതിന് വേറൊരു പശ്ചാത്തലം കൂടിയുണ്ട്. 1858 അവിടെ ഒരു മസാക്കർ നടന്നിരുന്നു. അവിടെയുള്ള അറബികൾ ക്രിസ്ത്യൻ ഏരിയയിൽ ഭീകരമായ ഒരു ആക്രമണം അഴിച്ചുവിട്ടു. അതിന് പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയോ ഉണ്ടാവാം. പക്ഷേ ഈ ആക്രമണത്തെ മറയാക്കിക്കൊണ്ട് യൂറോപ്പിലെങ്ങും മാധ്യമങ്ങൾ വ്യാപകമായി ഇസ്ലാമോഫോബിയ അഴിച്ചുവിട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് വിക്ടോർ ഹ്യൂഗോ ഈ കവിത എഴുതിയതെന്ന് പറയുമ്പോൾ ഇതിലൊക്കെ നടക്കുന്ന കുറേ ആദാനപ്രദാനങ്ങൾ, സാംസ്കാരിക രംഗത്ത് നടക്കുന്ന ആദാനപ്രദാനങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. വിക്ടോർ ഹ്യൂഗോ അങ്ങനെ ഒരു കവിത എഴുതി. അതിൽ ഈ മരം പിന്നെ ജിദ്ദയിൽ നിന്ന് വളർന്നിട്ട് അത് നേരെ വളർന്നു പോവാണ്. അതിൽ ഉമറിൻ്റെ ഒരു യാത്രയാണ് സങ്കല്പിക്കുന്നത്. പ്രവാചകന്റെ ഇസ്രാ പോലെ പ്രവാചകൻ മക്കയിൽ നിന്ന് ഖുദ്സിലേക്ക് അല്ലെങ്കിൽ യെരുശലേമിലേക്കാണ് പോയത്. അത് തന്നെ സംസ്കാരങ്ങളെയും ചരിത്രത്തെയും ഒരുമിപ്പിക്കുന്ന ഒരു യാത്രയായിരുന്നു. അതേസമയം ഉമർ അതിനേക്കാൾ വിശാലമായൊരു യാത്ര, യഥാർത്ഥത്തിലല്ല, പിന്നെ ഹ്യൂഗോയുടെ മനസ്സിൽ അങ്ങനെ നടത്തുകയാണ്. എന്നിട്ട് നടന്നിട്ട് അത് എത്തിച്ചേരുന്നത് പത്മോസ് ദ്വീപിലേക്കാണ്. ഗ്രീസിലെ പത്മോസ് ദ്വീപിലാണ് ജോൺ ദ ഇവാഞ്ചലിസ്റ്റ്, അതായത് സുവിശേഷകനായ യോഹന്നാൻ, ക്രിസ്തു ശിഷ്യനായ യോഹന്നാൻ ഏകാന്ത ജീവിതം നയിച്ചത്. ഈ ഏകാന്ത ജീവിതത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ മതമർദ്ദനം, അന്നത്തെ റോം ക്രിസ്തു ശിഷ്യന്മാർക്ക് നേരെ അടിച്ചുവിട്ടിരുന്ന മതമർദ്ദനം. അങ്ങനെയാണ് ഈ ശരിക്കും പറഞ്ഞാൽ സന്യാസ ജീവിതത്തിൻ്റെ പിന്നെ ഒരു ആരംഭം തന്നെ അതാണ്. സന്യാസം അനുവർത്തിക്കണം എന്ന് വിചാരിച്ച് പോയതല്ല അവർ അങ്ങനെ പോയിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരുടെ കഥ ഖുർആനും പറയുന്നുണ്ട്, അസ്ഹാബുൽ കഹ്ഫ് എന്ന്. അപ്പോൾ അവരൊക്കെ ക്രിസ്തുവിൻ്റെ അനുയായികളാണ്. അപ്പോഴങ്ങനെ പോയിട്ട് സുഡാനിലും ജോർദാനിലും ഈജിപ്തിലൊക്കെ ഉള്ള മരുഭൂമികളിൽ അവർ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. അതിനെ പിന്നീട് അനുകരിച്ചവരാണ് സന്യാസ സഭയും മറ്റൊക്കെ ഉണ്ടാക്കിയത്. എന്തായാലും പത്മോസ് ദ്വീപിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന യോഹന്നാൻ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ യോഹന്നാന് തണലായി മാറുവാൻ വേണ്ടി ജിദ്ദയിലെ ദേവദാരു വൃക്ഷത്തോട് ഉമർ ആവശ്യപ്പെടുന്നു. എന്തിനാണ് ജിദ്ദ തന്നെ പശ്ചാത്തലമാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോബിയയെ പ്രതിരോധിക്കാൻ വേണ്ടി ഹ്യൂഗോ എഴുതിയ കവിതയിൽ ജിദ്ദ തന്നെ ഇരിക്കട്ടെ, മാത്രമല്ല ജിദ്ദ സീക്രട്ട് സിറ്റിയായി മാറുന്നു. ജിദ്ദയെക്കുറിച്ചൊരു വിശ്വാസമുണ്ട്, സിറ്റി ഓഫ് ഈവ്, ഹവ്വയുടെ നഗരം എന്നൊരു വിശ്വാസമുണ്ട്. ജിദ്ദ എന്ന് പറഞ്ഞാൽ ന്യൂനസ്, ഫ്രഷ്നസ് എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ ജദ്ദ എന്ന് പറഞ്ഞാൽ വല്യമ്മ എന്നാണ്. അറബിയിൽ ജദ്ദ ഒരേ പിന്നെ പദനിഷ്പത്തിയാണ്. ഇപ്പൊ ജിദ്ദ എന്ന് പറയുമ്പോൾ ന്യൂനസ്, ഫ്രഷ്നസ് എന്നൊക്കെ അർത്ഥം വരും. അതേസമയം അത് ജി മാറ്റി അതിൻ്റെ കസറ് മാറ്റി ഫതഹാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ ഹർക്കത്തൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ജദ്ദ എന്ന് പറഞ്ഞ ഗ്രാൻഡ് മദർ, വല്യമ്മയുടെ നാടാണ്. ആ ഒരു പവിത്രതയും കൂടി സങ്കല്പിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഉമർ ദേവദാരു മരത്തോട് ആവശ്യപ്പെടുന്നത്, മരമേ നീ വളർന്നിട്ട് പത്മോസ് ദ്വീപിലെ യോഹന്നാന് തണലാവുക എന്ന് പറഞ്ഞാൽ ഏതോ അതിനും പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായ യോഹന്നാന് തണൽ കിട്ടാൻ വേണ്ടി മുഹമ്മദ് നബിയുടെ ഖലീഫയായിട്ടുള്ള ഉമർ ആവശ്യപ്പെടുന്നതായി ഫ്രഞ്ച് സാഹിത്യകാരനായ വിക്ടോർ ഹ്യൂഗോ സങ്കല്പിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുന്നു? ഇതിലുണ്ടാകുന്ന ഒരു ഇൻക്ലൂസീവ്നെസ് ഉണ്ടല്ലോ, ഒരു ഉൾക്കൊള്ളലുണ്ടല്ലോ. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചരിത്ര പാഠമുണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. ആ ഒരു തിരിച്ചറിവോട് കൂടി തന്നെയാണ് മനുഷ്യരെയും അതുപോലെ തന്നെ മനുഷ്യ ചരിത്രത്തെയും ഒക്കെ സമീപിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ 6 മണി ആവാൻ പോവാണ്. ഇത്തിരിയൊന്നും സംസാരിക്കണമെന്നോ സംസാരിക്കാൻ പറ്റുന്നോ ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തായിരുന്നാലും എനിക്ക് ഇങ്ങനൊരു പുരസ്കാരം, അതും ഞാനേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, ഇതിനു മുമ്പ് ഒരു പുരസ്കാര വേദിയിൽ CN അനുസ്മരണ പ്രഭാഷണം ഞാൻ നടത്തിയത്. അപ്പം ഞാൻ ഏറെ ആദരിക്കുന്ന CN അഹമ്മദ് മൗലവിയുടെ പേരിലുള്ളൊരു പുരസ്കാരം എനിക്ക് തന്നതിന് ഇതിൻ്റെ ഭാരവാഹികളെയും ജൂറിയെയും ഒക്കെ എൻ്റെ അങ്ങേയറ്റത്തെ കൃതജ്ഞത അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ KEN എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ മാനസികമായി വളരെ അടുപ്പമുള്ള എൻ്റെ ഒരു പുസ്തകത്തിന് അദ്ദേഹം ഒരു അവതാരികയും എഴുതി തന്നിട്ടുണ്ട്. ഷിഹാബാണെങ്കിൽ എൻ്റെ നാട്ടുകാരൻ, വളപട്ടണത്തുകാരനാണ്. കുറേ കാലമായിട്ട് നമ്മൾ തമ്മിൽ നല്ല സൗഹൃദമുണ്ട്.
പിന്നെ ജമാൽക്കയും കുഞ്ഞാമുക്കയും ഒക്കെ വേദിയിലിരിക്കുന്നുണ്ട്. അവരൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനൊരു വേദിയിൽ ഇങ്ങനൊരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചു. സദസ്സിലുള്ളവരും എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. എൻ്റെ വ്യക്തിപരമായ ക്ഷണത്താൽ തന്നെ ഇവിടെ വന്നിട്ടുള്ള കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു വേദിയിൽ ആ ഒരു സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇങ്ങനൊരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ച മുഹൂർത്തത്തെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ അനുഭവങ്ങളിലൊന്നായിട്ട് ഞാൻ പരിഗണിക്കുന്നു. അതിന് അവസരമൊരുക്കി തന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് MSSന് എൻ്റെ അങ്ങേയറ്റത്തെ കൃതജ്ഞത ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. മുസ്ലിം സർവീസ് സൊസൈറ്റി CN അഹമ്മദ് മൗലവി എൻഡോമെൻ്റ് അവാർഡ് വാങ്ങിയ സുകുമാർ അഴീക്കോട്, ഡോക്ടർ അസ്കർ അലി എഞ്ചിനീയർ തുടങ്ങി KT മുഹമ്മദ്, മുട്ടാണിശ്ശേരി കോയക്കുട്ടി, അലി മണിക് ഖാൻ തുടങ്ങിയ ആ പ്രഗത്ഭരുടെ ശ്രേണിയിലേക്ക് ബഹുമാന്യനായ എഴുത്തുകാരനും പ്രാസംഗികനുമായ മുഹമ്മദ് ഷമീം അണിചേർന്നിരിക്കുകയാണ്. മുഹമ്മദ് ഷമീമിന് മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു.